പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് പേർ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപക്ഷെ വിൻഡോസ് ആയിരിക്കും. ഈ വിൻഡോസിന്റെ ഒപ്പം ഏതെങ്കിലും ലിനക്സ് OS കൂടെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ രണ്ട് വഴികളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, വിൻഡോസിന്റെ കൂടെ ലിനക്സ് OS ഡുവൽ ബൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോസിനുള്ളിൽ VMware, വിർച്വൽ ബോക്സ് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇത് രണ്ടും അല്ലാതെ OS ഫുള്ളായി ഇൻസ്റ്റാൾ ചെയ്യാതെ വിൻഡോസിനുള്ളിൽ തന്നെ ലിനക്സ് കമാൻഡ്സ് റൺ ചെയ്യാൻ കഴിഞ്ഞാലോ? അതിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് WSL അഥവാ വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ്. ഒരു വിർച്വൽ മെഷീനോ സെപ്പറേറ്റ് OS ഇൻസ്റ്റാളേഷനോ ഇല്ലാതെയാണ് WSL ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ WSL ഒരുപാട് റിസോഴ്സ് ഇൻറ്റൻസീവ് അല്ല. WSL 2 വെർഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയി ഉള്ളത്, WSL 1 ആൻഡ് WSL 2. ആദ്യത്തെ വെർഷൻ WSL 1 വിൻഡോസ് കേണൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. WSL 2 വന്നപ്പോൾ അതിൽ ലിനക്സ് കേണൽ സപ്പോർട്ട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ WSL 1നേക്കാളും ഫാസ്റ്ററാണ് WSL വെർഷൻ 2. ഇനി WSL ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായി ഒറ്റ കമാൻഡ് കൊണ്ട് തന്നെ WSL ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. WSL ഇൻസ്റ്റാൾ ചെയ്യാനായി വിൻഡോസിലെ PowerShell അഡ്മിനിസ്ട്രേറ്ററായി ഓപ്പൺ ചെയ്യുക. PowerShell ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് WSL ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു കമാൻഡാണ് കൊടുക്കേണ്ടത്. അത് WSL-install എന്നൊരു കമാൻഡ് യൂസ് ചെയ്ത് WSL ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. WSL ഇൻസ്റ്റാൾ ചെയ്യാനായി ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ WSL ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊപ്പം ഉബുണ്ടു ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഡിഫോൾട്ടായി ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതായത് WSL ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൽ യൂസ് ചെയ്യാനായി ഡിഫോൾട്ടായിട്ട് ഒരു ഉബുണ്ടു ഡിസ്ട്രിബ്യൂഷൻ കൂടെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി വരുന്നതാണ്. ഇപ്പോൾ ഈ ടെർമിനലിൽ കാണാം വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ഹാസ് ബീൻ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഉടനെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫോൾട്ടായി ഉബുണ്ടു ഡൗൺലോഡ് ആവുകയാണ്. വേറൊരു കമാൻഡ് എക്സ്ട്രാ കൊടുക്കാതെ തന്നെ ഉബുണ്ടു OS കൂടെ ഡൗൺലോഡായി വരുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ WSLും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യാനായിട്ട് ഉബുണ്ടു ഡിസ്ട്രിബ്യൂഷനും ഡൗൺലോഡായി ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉബുണ്ടു ഇൻസ്റ്റലേഷനിൽ എങ്ങനെ കയറാമെന്ന് നോക്കാം. അതിനായിട്ട് യൂസ് ചെയ്യാനുള്ള കമാൻഡാണ് WSL-D ഉബുണ്ടു എന്ന് കൊടുക്കുക. ഉബുണ്ടു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂ യൂസർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂസർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂസറായിട്ട് ഉബുണ്ടു സിസ്റ്റത്തിലാണ് ഈ ലോഗിൻ ചെയ്ത് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ലിനക്സ് യൂസ് ചെയ്യുന്ന എന്ത് കമാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹുവാമൈ എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ യൂസറിൻ്റെ പേര് കാണാം. അങ്ങനെ ലിനക്സിൽ എന്തൊക്കെ കമാൻഡ് യൂസ് ചെയ്യുക അതെല്ലാം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടച്ച് കമാൻഡ് യൂസ് ചെയ്ത് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് കമാൻഡ് വേണോ ലിനക്സ് കമാൻഡുകൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഒരു ഉബുണ്ടു ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് തന്നെ പോകാനായിട്ട് വെറുതെ എക്സിറ്റ് എന്നൊരു കമാൻഡ് കൊടുത്താൽ മതിയാകും. അപ്പോൾ തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് WSLൽ ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് കറൻ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാനുള്ളൊരു കമാൻഡ് നോക്കാം. അതാണ് WSL-list എന്നൊരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോഴേക്ക് WSL ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉബുണ്ടു ആണ് വന്നേക്കുന്നത്. നമ്മൾക്ക് കറൻ്റ് ഉബുണ്ടു മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഉബുണ്ടു മാത്രമേ വന്നുള്ളൂ. ഇനി ഈ WSL-list എന്ന് കൊടുക്കുന്നതിന് പകരം -l എന്നൊരു കമാൻഡ് സിമ്പിളായിട്ട് കൊടുത്താലും സെയിം യൂസ് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ 2 വെർഷൻസിൻ്റെ കാര്യം പറഞ്ഞു. WSL വെർഷൻ 1ഉം വെർഷൻ 2ഉം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വെർഷൻ ചെക്ക് ചെയ്യാനായിട്ട് WSL-list-verbose എന്നൊരു കമാൻഡ് യൂസ് ചെയ്യാം. ഇത്രയും വലുതായിട്ട് ടൈപ്പ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ WSL-l-v എന്ന് കൊടുത്താലും മതിയാകും. ഇത് കൊടുക്കുമ്പോഴേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും നെയിം, സ്റ്റേറ്റ്, വെർഷൻ എന്ന് പറഞ്ഞു വരും. നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ നെയിം, സ്റ്റേറ്റ് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ്. വെർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് WSL വെർഷനിലാണ് അത് റൺ ചെയ്യുന്നതെന്നുള്ളത്. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ നമ്മൾ WSL ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വെർഷൻ 2 തന്നെ ആയിരിക്കും വരുന്നത്. വേണമെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് വെർഷൻ 1 ഒക്കെ ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു ഉബുണ്ടു WSL വെർഷൻ 1ലാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് WSL-set-version ഡിസ്ട്രിബ്യൂഷൻ നെയിം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടു ഇപ്പോൾ 2 ആണ് ഓൾറെഡി ഉള്ളത്. അതിനെ 1 ആക്കി മാറ്റണമെങ്കിൽ 1 എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉബുണ്ടു വെർഷൻ WSL-1 വെർഷനിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളിനി ഏത് ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്താലും അത് വെർഷൻ 2ൽ തന്നെ ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഇനി അതല്ല നമുക്കിനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം വെർഷൻ 1ലേക്ക് വരണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് WSL-set-
ഡിഫോൾട്ട് ഹൈഫൺ വെർഷൻ സ്പേസ് വെർഷൻ നെയിം 1 ആണെങ്കിൽ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം വെർഷൻ 1 ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വെർഷൻ 2 ആണുള്ളത്. ഇനി നമുക്ക് പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഓൺലൈനിൽ പോയിട്ട് ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാനായിട്ട് WSL -list -online എന്നൊരു കമാൻഡ് കൊടുക്കുക. ഇതിനെ ചുരുക്കി WSL-L-O എന്നൊരു കമാൻഡ് കൊടുത്താലും മതിയാകും. അപ്പോൾ ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് വാലിഡ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻസ് കാണാം. ഇവിടെ SUSE Linux, Ubuntu 24.04, Kali Linux, Debian എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ ലിസ്റ്റായി വരുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? അതിനായിട്ട് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത പോലെയാണ് WSL-install -d. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ Debian ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ Debian എന്നുള്ളത് ഈ ഒരു നെയിം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ കൊടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്. ഇപ്പോൾ Debian ആയതുകൊണ്ട് Debian ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ WSL Debian കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. Debian ഓട്ടോമാറ്റിക്കലി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴേക്ക് ആ ഒരു Debian ഇൻസ്റ്റൻസിലേക്ക് നമുക്ക് കയറിയതായിട്ട് കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ലിനക്സ് കമാൻഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഒരു Ubuntu ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, ഒരു Debian ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് WSL-L എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ലിസ്റ്റായി കാണാം. അത് Ubuntuവും ഉണ്ട്, Debiaനും ഉണ്ട്. ഇനി ഒന്ന് വെർബോസ് മോഡിൽ ഓപ്പൺ ആക്കി നമ്മുടെ വെർഷൻസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫോൾട്ടായിട്ട് Debiaനും WSL വെർഷൻ 2 തന്നെയാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഈ WSL-L എന്നൊരു കമാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം Ubuntu ആണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ആയിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു Ubuntu ഇൻസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ Debian ഇൻസ്റ്റൻസിലേക്ക് കയറാനുള്ളത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി WSL-d ഡിസ്ട്രിബ്യൂഷൻ നെയിം എന്നുള്ള ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കയറുന്നത്. ഇനി നമ്മൾ വെറുതെ ഇവിടെ WSL എന്ന കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആക്കി WSL എന്നൊരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു Ubuntu ഇൻസ്റ്റൻസിലേക്ക് നമുക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റി. ഇതിപ്പോൾ നമ്മുടെ Ubuntu ഇൻസ്റ്റൻസ് ആണ്. നേരത്തെ ആദ്യം ക്രിയേറ്റ് ചെയ്ത Ubuntu ഇൻസ്റ്റൻസ് ആണ് ഈ ക്രിയേറ്റ് ആയി വന്നേക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് WSL എന്ന് കൊടുത്ത Ubuntu ഇൻസ്റ്റൻസിലേക്ക് കയറുന്നത് വെച്ചാൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് സെറ്റ് ആയിരിക്കുന്നത് Ubuntu ആണ്. അത് കാരണമാണ് വെറുതെ WSL എന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു Ubuntu ഇൻസ്റ്റൻസിലേക്ക് കയറാൻ പറ്റിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു Ubuntu മാറ്റി Debian നമ്മുടെ ഡിഫോൾട്ട് ഇൻസ്റ്റൻസ് ആക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് WSL-set-default സ്പേസ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പം നമുക്ക് Debian ആണെങ്കിൽ Debian എന്നൊരു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായി WSL-s Debian എന്ന് കൊടുക്കാം. ഇത് നമ്മൾ സേവ് ചെയ്ത് വീണ്ടും WSL-l കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം Debian ആണ് ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്നത്. ഇനി നമ്മളിവിടെ WSL എന്നൊരു കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയി വരുന്നത് ഈ പറഞ്ഞ Debian ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ WSL ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ 2 ഡിസ്ട്രിബ്യൂഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മുടെ സിസ്റ്റത്തിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് കയറാമെന്ന് നോക്കാം. ഇനി ഒരു മെത്തേഡാണ് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് വഴി. ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ തന്നെ WSL-d നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷനാണോ വേണ്ടത്. ഇപ്പോൾ Ubuntu ആണെങ്കിൽ Ubuntu എന്ന് കൊടുക്കുക, Debian ആണെങ്കിൽ Debian എന്ന് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ Ubuntu ഇൻസ്റ്റൻസ് ലോഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഒന്നുകൂടെ എടുക്കാം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ PowerShell എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു താഴേക്കുള്ള ഒരു ആരോ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഈ ഒരു Ubuntu ഇൻസ്റ്റൻസ് ഇവിടെ കാണാം. അതിൻ്റെ ഒരു ഷോർട്ട് കട്ടും കാണാം. ഒന്നുമില്ല ഷോർട്ട് കട്ട് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോ നമുക്ക് ആ ഒരു Ubuntu ഇൻസ്റ്റൻസിലേക്ക് കയറാനായിട്ട് പറ്റുന്നതാണ്. ഇനി മൂന്നാമതൊരു വഴി എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡോസിൻ്റെ സെർച്ചിൽ പോയിട്ട് ജസ്റ്റ് Ubuntu അല്ലെങ്കിൽ Debian എന്നുള്ള നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെയിം സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് നേരിട്ട് കയറാനായിട്ട് പറ്റുന്നതാണ്. അപ്പോഴും ഇവിടെ ഒരു Ubuntu ഇൻസ്റ്റൻസ് തന്നെയാണ് ഈ ലോഞ്ചായി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു Ubuntu ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലാണ് നിൽക്കുന്നത്. ഇനി ഈ ഒരു Ubuntu ഇൻസ്റ്റൻസിലേക്ക് നമുക്ക് എങ്ങനെ വിൻഡോസിലെ ഫയൽസ് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 2 വഴികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്
ഈ പറഞ്ഞ ഉബുണ്ടു ഇൻസ്റ്റൻസിലെ റൂട്ടിൽ MND എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ടാവും. അതായത് സ്റ്റോറേജ് ഡ്രൈവുകൾ മൗണ്ട് ചെയ്തേക്കുന്ന ആ ഒരു ഡയറക്ടറി, അതിലേക്ക് നമുക്കൊന്ന് കയറാം. ഇപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ CD എന്ന് പറഞ്ഞിട്ട് 2 ഡ്രൈവ് കാണാം. അതാണ് നമ്മുടെ വിൻഡോസിലെ C ഡ്രൈവും D ഡ്രൈവും. അപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ പോകേണ്ടത് അവിടെ നമുക്ക് CD ചേഞ്ച് ഡയറക്ടറി കമാൻഡ് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ടറിയിലേക്ക് കയറി. ഈ ഒരു ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിനുള്ളിലെ ഡോക്യുമെൻറ്റ്സ് ഡയറക്ടറി തന്നെയാണ്. അപ്പോൾ ഞാൻ ഫയൽ എക്സ്പ്ലോററിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഡയറക്ടറിയിലേക്ക് പോയി. ഇനി ഞാൻ ഇവിടെ ഒരു വിൻഡോസിൽ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, വെറുതെ ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ഞാൻ പോയിട്ട് നോട്ട് പാഡ് യൂസ് ചെയ്തു ഹലോ ലിനക്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. ഇനി അത് സേവ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ടെർമിനലിൽ വന്നിട്ട് ഇവിടെ LS അടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു new.txt കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം ലിനക്സിലെ cat കമാൻഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ദയവൊരു മെസ്സേജ് പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട് ഹലോ ലിനക്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യുന്ന ഡേറ്റ അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നാനോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഹലോ വിൻഡോസിന് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വന്ന് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ ഒരു ഹലോ വിൻഡോസ് എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് ടെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ഫയലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡ് നമ്മുടെ വിൻഡോസിൽ നിന്നുള്ള ഫയൽ ലിനക്സിലേക്ക് ആക്സസ് ചെയ്യുന്നതും അതുപോലെ തന്നെ തിരിച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ് മറ്റേ മെത്തേഡ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ടെർമിനൽ ഒന്ന് രണ്ടും ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ വിൻഡോസിൽ ഏത് ലൊക്കേഷനിലാണോ വേണ്ടത്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് തന്നെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പണിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ, അതായത് വൺ ഡ്രൈവ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് വേണ്ട ലൊക്കേഷനിലേക്ക് ടെർമിനൽ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ WSL ഓപ്പൺ ചെയ്യാനുള്ള ഒരു കമാൻഡ് കൊടുക്കുക. നമ്മുടെ ഡിഫോൾട്ട് ഇൻസ്റ്റൻസ് തന്നെയാണ് വേണ്ടതെങ്കിൽ WSL മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു ഉബുണ്ടു ഇൻസ്റ്റൻസിലേക്ക് ഈ ഒരു സെയിം ലൊക്കേഷനിൽ നമുക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ സെയിം ഫയലുകൾ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ ഈ രീതിക്ക് നമുക്ക് നമ്മുടെ വിൻഡോസിലെ ലൊക്കേഷനിൽ നിന്ന് നേരിട്ട് ഉബുണ്ടു ഇൻസ്റ്റൻസിലേക്ക് കയറി നമുക്ക് അവിടെ നിന്നുള്ള ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് WSL യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാന കമാൻഡ്സ്. ഇനി നമുക്ക് 2 കമാൻഡും കൂടെ നോക്കാം. അതായത് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതും WSL മൊത്തത്തിൽ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തിരിച്ച് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ഒന്ന് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അപ്പോൾ ആദ്യം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. WSL--l എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഡെബിയൻ ആൻഡ് ഉബുണ്ടു ആണ്. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഡെബിയൻ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ളതെങ്കിൽ ഈ ഒരു കമാൻഡ് കൊടുക്കുക WSL-unregister ഡിസ്ട്രിബ്യൂഷൻ നെയിം. അപ്പോൾ നമുക്ക് ഡെബിയൻ ആണെങ്കിൽ ഡെബിയൻ എന്നൊരു കമാൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും. ഇനി നമ്മൾ വീണ്ടും WSL-l കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഡെബിയൻ പോയിട്ടുണ്ട്, ഉബുണ്ടു മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇപ്പോൾ ഡെബിയൻ ആയിരുന്നു ഇവിടെ ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരുന്നത്, അത് മാറി ഉബുണ്ടു ഡിഫോൾട്ട് ആയിട്ടുണ്ട്. കറൻറ്റ്ലി ഉബുണ്ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് വെർഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നത്. ഇനി WSL മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സിമ്പിളായി WSL-uninstall എന്നൊരു കമാൻഡ് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് WSL അൺഇൻസ്റ്റാൾ ആയി പോകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് WSL-നെ സംബന്ധിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന മെയിൻ കമാൻഡ്സ് എന്ന് പറയുന്നത്.